പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സ്നോഫോളാണ്. ലാസ്റ്റ് ഒരു 1 വീക്കായിട്ട് നല്ല സമ്മർ സീസണായി എന്നാണ് എല്ലാവരും ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല സൺലൈറ്റും കാര്യങ്ങളും നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ലാസ്റ്റ് ഒരു 1 വീക്കായിട്ട്. ഇന്നിപ്പോൾ മോർണിംഗ് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി എണീറ്റ സമയത്ത് ഇതാണ് അവസ്ഥ. അത്യാവശ്യം നിങ്ങൾക്ക് കണ്ടല്ലോ ഒരു 5 to 10 സെൻറ്റിമീറ്ററോളം സ്നോ വീണിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കതിൻ്റെ ക്ലിയറിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെറിയൊരു വീഡിയോ ആണ് ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്നത്. നമുക്കതിലേക്ക് പോവാം. ഹസ്ബൻഡാണ്, ഞാൻ വീഡിയോ എടുക്കുന്നത്, ഹസ്ബൻഡാണ് നമ്മളെ കാറെല്ലാം ക്ലീൻ ആക്കുന്നത്. അപ്പോൾ ഞാനിത് നമ്മുടെ പണിയായുധങ്ങളെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. എല്ലാ കനഡിയൻ ഹോംസിലും വളരെ മിനിമം ഉണ്ടായിരിക്കുന്ന 2 ടൂൾസാണ്. ഒന്ന് കാറിൻ്റെ മുകളിൽ നിന്ന് സ്നോ നീക്കാനുള്ള ബ്രഷും, രണ്ടാമത്തെ ഒരു സാധനമാണ് ഒരു ഷവൽ. കാരണം ഈ ഡ്രൈവ് ചെയ്യുന്നൊക്കെ മഞ്ഞ് കോരാൻ അത്യാവശ്യമുള്ള സാധനമാണ് ഷവൽ. അത് ഏത് സമയമാണ് മഞ്ഞ് വീഴുന്നുണ്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എല്ലാ വീട്ടിലും അത് സ്റ്റോക്കായിട്ട് തന്നെ ഉണ്ടാവും. പിന്നെ ഹെവി സ്നോ ആകുമ്പം നമുക്ക് ഷവൽ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അതിന് മറ്റേ മോട്ടോറൈസ്ഡ് മഞ്ഞ് നീക്കുന്ന മെഷീൻസ് ഒക്കെ ഇഷ്ടം പോലെ കിട്ടും. ഇപ്പോൾ ഒരു ചെറിയ സ്നോ ആണ്, നമുക്ക് ഷവൽ തന്നെ ധാരാളം നീക്കിയും കിടാൻ. കുറച്ച് അധ്വാനം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും മോർണിംഗ് ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ. ഇപ്പം സ്നോഫോൾ ഇല്ല, സ്നോഫോൾ നിന്നു. ഫ്രഷ് സ്നോ ആണ് എല്ലായിടത്തും കിടക്കുന്നത്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനും എല്ലാം എളുപ്പമാണ്. ന്യൂഫൗണ്ട്ലാൻഡിന്റെ ക്ലൈമറ്റിനെ പറ്റി പറയുന്ന സമയത്ത് ഇപ്പം നമ്മുടെ ഇങ്ങോട്ടാണ് വരുന്നതെന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇവിടെ ഭയങ്കര ഹാർഷ് ക്ലൈമറ്റ് ആണ്, ഭയങ്കര സ്നോഫോൾ ആണ്, നിൽക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒക്കെ ഇഷ്യൂസ് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ വന്നത് ഒക്ടോബർ, ഒരു മിഡ് ഒക്ടോബർ ഒക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയത്. നമ്മൾ നിൽക്കുന്ന ഒരു ഇവിടുത്തെ മെയിൻ സിറ്റി സെൻറ്റ് ജോൺസ് ആണ്. സെൻറ്റ് ജോൺസ് 2.5 hours ഉള്ളിലോട്ടാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം. പക്ഷെ ഇവിടെ ഇത്രയും കാലം ഈ ഒരു വിൻ്റർ സീസണിൽ ഒരു വലിയൊരു ഹെവി സ്നോ, ഓഫ് കോഴ്സ് ഇവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാന്ന് വെച്ചാൽ ഇടയ്ക്ക് റെയിനിങ്, ഇടയ്ക്ക് ഭയങ്കര കാറ്റായിരിക്കും. വിൻഡ് ഇവിടുത്തെ ഒരു പ്രശ്നമാണ്. കാരണം ഓഫ് കോഴ്സ് ന്യൂഫൗണ്ട്ലാൻഡ് ഒരു ഐലൻഡ് ആണ്. അപ്പം ചുറ്റിക്കിടക്കുന്നത് സീ ആണ്, ഓഷ്യൻ ആണ്. അതിൻ്റെ ഒരു ഇതുണ്ടെന്നല്ലാതെ ഇവിടുത്തെ വിൻ്റർ സീസൺ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. നമ്മൾ വന്നിരിക്കുന്ന മിഡിൽ ഈസ്റ്റ് കൺട്രിയിൽ നിന്നായിരുന്നു നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. പിന്നെ കാനഡ എന്ന് പറയുമ്പോൾ മോൾ ഓഫ് യുവർ അവെയർ ഇവിടുത്തെ വിൻ്റർ എങ്ങനെയാണ്. ഓൾമോസ്റ്റ് ഇയർലി ഒരു 6 months ഇവിടെ വിൻ്റർ സീസൺ ആയിരിക്കും. അപ്പം സ്നോഫോൾ, മോസ്റ്റ്ലി ഹെവി സ്നോഫോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ചില സമയത്ത്. അപ്പം പിന്നെ നമ്മൾ റൂറൽ ഏരിയയിലോട്ടാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളെല്ലാം നാട്ടിൽ നിന്ന് വിൻ്റർ ബൂട്ട്സും ജാക്കറ്റ്സും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ നമുക്ക് കിട്ടുമോ ഇല്ലയോ, നമുക്ക് വാങ്ങിക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ലായിരുന്നില്ല. അങ്ങനെ നമ്മൾ എത്തി. നമുക്ക് വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ ഇത്രയും കാലം പോയി. ഓൾമോസ്റ്റ് ഇപ്പോൾ 5 months ആയിട്ടുള്ളൂ നമ്മൾ വന്നത്. പക്ഷെ വിൻ്റർ സീസൺ ആയിരുന്നു നമ്മളിവിടെ നിന്നുകൊണ്ടിരുന്ന മോസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഇപ്പോഴും അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. പിന്നെ സിറ്റി ലൈഫും ഷോപ്പിങ്ങും റഷ്യും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമുക്ക് വലിയൊരു ഇന്ത്യൻ പോപ്പുലേഷൻ ആണെങ്കിൽ തന്നെ വലിയൊരു ഇന്ത്യൻ പോപ്പുലേഷൻ നമുക്കില്ല. പ്രത്യേകിച്ച് കേരള പോപ്പുലേഷൻ. നമ്മുടെ കൂടെ വന്ന കുറച്ച് പേരേ ഉള്ളൂ ഇവിടെ ഇപ്പോൾ കേരളൈറ്റ്സ് ആയിട്ടുള്ളത്. പിന്നെ അതുമല്ല ഇതൊരു വില്ലേജ് ഏരിയ ആണ്. ഇപ്പം കണ്ടല്ലോ അറിയാം, നമുക്ക് ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള നൈബർഹുഡും അങ്ങനെ വലിയ റഷസും കാര്യങ്ങളും ഇല്ല. എല്ലാവരും
വൈറ്റ് ആയിട്ടും അങ്ങനെ അങ്ങനെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നൊരു സ്ഥലമാണിത്. ഈ റഷ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടേക്ക് വന്നിട്ട് കാര്യമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അല്ലാതെ വേറെ എന്താ ഇപ്പം ന്യൂ ഫൗണ്ട്ലാൻഡിനെ പറ്റി പറയാം. ഇവിടുത്തെ ക്ലൈമറ്റ് ആയിരുന്നു നമുക്കൊരു വലിയ ഇഷ്യൂ ഉണ്ടാവുമെന്ന് ഇതുവരെ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ ലോക്കൽസ് ഒക്കെ പറയുന്നത് വെച്ചാൽ ഒരു 5-6 ഇയേഴ്സ് ബാക്ക് ഇവിടെ വലിയൊരു സ്നോ സ്റ്റോം ഉണ്ടായിരുന്നു. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സ്നോ സ്റ്റോം കുറെ കാലത്തിന് ശേഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഒരു 6 feet 7 feetോളം സ്നോയും കാര്യങ്ങളും ഒക്കെ വീണ് മീൻസ് ഒരു 5 to 6 days ഇവിടെ ട്രാൻസ്പോർട്ടും കാര്യങ്ങളും എല്ലാം പ്രശ്നത്തിലായിട്ടുണ്ടായിരുന്നു. പിന്നെ ഹോസ്പിറ്റൽസിലൊക്കെ നഴ്സസ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത് എല്ലാവരും സ്റ്റക്കായി പോയി, പുറത്തിറങ്ങാൻ പറ്റാതെ എല്ലായിടത്തും സ്നോ ആയിപ്പോയി. അങ്ങനെ ഒരു ക്ലൈമറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം എന്താ അറിയില്ല, ക്ലൈമറ്റ് ചേഞ്ചിങ്ങോ കാര്യങ്ങളോ ഒക്കെ കൊണ്ടായിരിക്കാം ഇപ്പോൾ ഇവിടെ വിന്റർ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ ഓൾമോസ്റ്റ് മിഡ് ഡിസംബർ അല്ലെങ്കിൽ ലാസ്റ്റ് ഡിസംബറിലേക്കൊക്കെ ആയിട്ടാണ് ഇവിടെ സ്നോഫോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്രാവശ്യം. ആ ഒരു വലിയ ചേഞ്ച് ആയിട്ടാണ് ഇവിടുത്തെ ലോക്കൽസ് തന്നെ പറയുന്നത്. അപ്പോൾ ഇനി എത്ര കാലത്തോളം ഇനി വിന്റർ കണ്ടിന്യൂ ചെയ്യുമെന്നും അറിയില്ല. ഏപ്രിൽ മെയ് വരെ വിന്റർ ഉണ്ടായിരിക്കാം. ലാസ്റ്റ് ടൈം ഇവിടെ സ്നോ സ്റ്റോം ഉണ്ടായത് ഏപ്രിൽ ലാസ്റ്റ് ആയിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു ഇവിടെ. അപ്പൊ നമുക്ക് എന്തും എക്സ്പെക്ട് ചെയ്യാം. എന്തായാലും ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല. ഓൾമോസ്റ്റ് ഇപ്പം നമ്മുടെ കാറിന്റെ ക്ലീനിങ് എല്ലാം കംപ്ലീറ്റ് ആവാനായി. നോക്കാം, ഇനിയിപ്പം ഡ്രൈവ് ഒന്ന് ക്ലീൻ ചെയ്യണം. ഇങ്ങനെയൊക്കെയാണ് ഇപ്പം പോകുന്നത്. കാനഡയിലേക്ക് വന്ന ഫസ്റ്റ് ടൈമിൽ ഈ സ്നോ ഒക്കെ കാണുമ്പോൾ ഭയങ്കര രസമൊക്കെ തോന്നും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകൾ മനസ്സിലായി തുടങ്ങുക. ഇതെന്നും രാവിലെ എഴുന്നേക്കണം, ഡ്രൈവ് ചെയ്യുന്ന മഞ്ഞ് പോരണം, കാറിൻ്റെ മുകളിലെ മഞ്ഞ് പോക്കണം, കാറ് സ്റ്റാർട്ട് ചെയ്തൊരു 10-15 മിനിറ്റ് ഇടണം. ഇനി ഗ്ലാസ് ഒന്നും ഡീഫ്രോസ്റ്റ് ആയിട്ടില്ലെങ്കിൽ അതിൽ വെള്ളം കൂരി ഒഴിച്ച് ഡീഫ്രോസ്റ്റ് ചെയ്യണം. ചിലപ്പം കാറിൻ്റെ ഡോർ ഹാൻഡിൽസ് ഒക്കെ ലോക്കായിരിക്കും, ജാമായിട്ടുണ്ടാവും, ഫ്രീസ് ചെയ്തിട്ട് അത് ലൂസാക്കാനുള്ള പണി നോക്കണം. അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. ഈ കിടക്കുന്ന മഞ്ഞിപ്പം ഡ്രൈവ് ചെയ്യുന്ന മാറ്റിയിട്ടില്ലെങ്കിൽ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിവിടെ കിടന്ന് കട്ടിയായി ഇതിൽ നടന്നു വരുന്ന എല്ലാവരും സ്ലിപ്പായി വീഴാൻ തുടങ്ങും. അപ്പം കട്ടിയാവുന്നതിന് മുമ്പ് ഇതങ്ങ് കോരി മാറ്റുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. സെയിം വണ്ടീൻ്റെ പുറത്തുള്ളത് അതുപോലെ തന്നെയാണ്. നമ്മൾ മഞ്ഞ് കൃത്യമായി മാറ്റിയിട്ടില്ലെങ്കിൽ അതവിടെ കിടന്ന് കട്ടിയാവും. പിന്നെ എപ്പോഴെങ്കിലൊന്ന് പുറത്തേക്ക് പോകുമ്പോൾ നേരത്തെ കണ്ട കാറിൻ്റെ മുകളിൽ നിന്ന് ഐസ് മാറ്റിയ ബ്രഷില്ലേ, അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒരു ഐസ് സ്ക്രേപ്പർ ഉണ്ട്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനമുണ്ട്. അത് വെച്ച് നമ്മൾ കുത്തി ഇളക്കി എടുക്കേണ്ടി വരും. അപ്പോൾ സംഭവിക്കാൻ വെച്ചാൽ ഒന്നെങ്കിൽ പെയിൻറ്റ് സ്ക്രാച്ച് ആവും, അല്ലെങ്കിൽ പെയിൻറ്റ് അങ്ങനെ പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഐസിൻ്റെ ഒപ്പം. സോ നമ്മൾ കൃത്യസമയത്ത് ഐസ് ഇങ്ങനെ കോരി മാറ്റുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകളൊക്കെ സ്നോ വീഴുന്ന സമയത്ത് തന്നെ അത് മാക്സിമം മാറ്റാൻ ശ്രമിക്കും. പിന്നെ ഒരു ന്യൂ കമറായിട്ട് ഇവിടെ ലാൻഡ് ചെയ്യുമ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ സ്ലോപ്പായിട്ടുള്ള ഡ്രൈവുള്ള വീടുകളൊന്നും മാക്സിമം എടുക്കാതിരിക്കുക. കാരണം മഞ്ഞൊക്കെ വീണ് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങി പോകുന്ന കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവും, അവിടെ സൈഡിൽ പിടിച്ചാൽ പോകുന്നത് കുറച്ച് റിസ്ക്കാണ്. നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് നടക്കാനൊരു ധൈര്യം പറ്റില്ല, എങ്ങനെ ചവിട്ടിയാലും കാലൊന്ന് സ്ലിപ്പായി പോകും. അതുകൊണ്ട് മാക്സിമം വീടൊക്കെ വാടകയ്ക്ക് എടുക്കുമ്പം കൃത്യമായി ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് വേണം എടുക്കാൻ. മാറ്റുന്നത് തന്നെ കാണിച്ചാലും ബോറടിപ്പിക്കുന്നില്ല. അതുകൊണ്ട് വീഡിയോ പെട്ടെന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് ഫിനിഷ് ചെയ്തേക്കാം. ഓക്കെ, ചാനലിൽ പുതിയതായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാ യൂട്യൂബേഴ്സിനും സബ്സ്ക്രൈബേഴ്സും വ്യൂ ആണല്ലോ അന്നം.
അപ്പോൾ ശരി, ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളിപ്പോൾ പോകുന്നത്, ഞാൻ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യുന്നൊരു ക്രഷർ യൂണിറ്റിൽ ജസ്റ്റ് ഒന്ന് കാണാനാണ്. ആ ലാൻഡ്സ്കേപ്പ്, അവിടെയുള്ള റോഡൊക്കെ ഒന്ന് കാണാൻ മാത്രമാണ്. യൂണിറ്റിൻ്റെ അകത്തേക്ക് പോകുന്നില്ല. അകത്തേക്ക് ഈ വണ്ടി കൊണ്ട് എന്തായാലും പോകാൻ പറ്റില്ല. ഇത് 20ഉം 26ഒക്കെ വീടുള്ള ട്രക്കുകൾ മാത്രം പോകുന്ന റോഡാണ്. അതുകൊണ്ട് റോഡൊക്കെ കുറച്ച് മോശമാണ്. എനിവേ, ചാനൽ പുതുതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.